ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. അപ്പോൾ ഇന്ന് ടൈ ആൻഡ് ഡൈയിൽ ചെയ്തെടുക്കുന്ന ഒരു എയർലൈൻ ടോപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ പറയുന്നത്. മല്ലിൻ്റെ തുണി യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഡൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ കട്ടിങ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഡൈ ചെയ്യണത്. അപ്പോൾ ഞാനൊരു 2.5 മീറ്റർ മല്ലിൻ്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അത് 4 മടക്കി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഷോൾഡർ അലവൻസ് നമ്മളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 6.5 ഇഞ്ചാണ് എൻ്റെ ഷോൾഡർ വരുന്നത്. ഒരു 5.5 ഇഞ്ച് ഞാൻ മിഡാം ഹോൾ ലെങ്ത്തും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. 9 ഇഞ്ചാണ് എൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത്. അതായത് 33 ഇഞ്ചാണ് ചെസ്റ്റ്. അതിൻ്റെ കൂടെ 3 ഇഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു 13.5 ഇഞ്ചിൽ ഞാൻ എൻ്റെ ഒരു വേസ്റ്റിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 8 ഇഞ്ചാണ് നമ്മളുടെ വേസ്റ്റിൻ്റെ റൗണ്ട് വരുന്നത്. റൗണ്ട് വരുന്നത് 30 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതിനുശേഷം സ്റ്റൊമക്കിൻ്റെ ലെങ്ത്തും കൂടി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെയും 2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ട് നമ്മളൊരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റൗണ്ട് കിട്ടും കേട്ടോ. ഒരു 15 ഇഞ്ചാണ് എൻ്റെ ഒരു ഫ്ലയർ വന്നേണത്. അതായത് നമ്മുടെ ഒരു ലെങ്ത്ത് ഞാൻ 43 ഇഞ്ച് അടയാളപ്പെടുത്തി. അതിൻ്റെ ഫ്ലയർ 15 ഇഞ്ച്. ഇപ്പോൾ ഇതുപോലത്തെ എയർലൈൻ ഫ്രോക്കൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിൽ ആ ഒരു എൻഡ് ഭാഗം ഉണ്ടല്ലോ, സൈഡ് ഭാഗം, അവിടെ ഒരു 2 ഇഞ്ച് മുകളിലോട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഒന്ന് ചെരിച്ചു കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്ത് കൊടുത്തതിന് എല്ലാ സീം എലമെൻസുകളും കൂടി കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ ഒരു 2 ഇഞ്ച് സീം എലമെൻസ് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. 2 ഇഞ്ച് ഞാൻ മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ. ആം ഹോളിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മുടെ സ്ലീവിൻ്റെ അളവും കൂടി വന്നത്. അപ്പോൾ ഒരു 3 ഇഞ്ച് ഞാൻ സ്ലീവിൻ്റെ ലെങ്ത്ത് ഷോൾഡറോട് കൂടിയിട്ടുള്ള ഒരു അലവൻസ് ഇട്ടിട്ടില്ലേ, അവിടെ നിന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ആം ഹോളിലോട്ട് ഞാനിങ്ങനെ ചെരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവും ഇതിൻ്റെ ഒപ്പം തന്നെയാണ് വരുന്നത്. ഒരു സ്ലീവ്ലെസ് ലുക്കല്ല, എന്നാൽ സ്ലീവ് എക്സ്ട്രാ ജോയിനിങ് വരാത്തൊരു ടൈപ്പാണ് കേട്ടോ. അതിനുശേഷം സ്ലീവ് മടക്കിടിക്കാനുള്ള സീം അലവൻസ് കൂടി വിട്ടിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ വൈഡാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ബാക്ക് നെക്ക് ഞാനൊരു 2.5 ഇഞ്ചും ഫ്രണ്ട് നെക്ക് ഞാനൊരു 3.5 ഇഞ്ചും കൂടി ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്കിൻ്റെ ആ ഒരു വൈഡ് കൊടുത്തേണ്ടത് 2.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്കത് 3 ഇഞ്ചായി കിട്ടും. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്ക് 3.5 ഇഞ്ച് റൗണ്ടിൻ്റെ ഒരു ലെങ്ത്താണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു വി കട്ട് പോലെ വരുന്നുണ്ട്. അപ്പോൾ ഒരു 6 ഇഞ്ചിൻ്റെ മാർക്കിങ്ങും കൂടി ഞാൻ കൊടുത്തിട്ട് നമ്മൾ ഈ സൈഡ് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അടിഭാഗം മടക്കിയടിക്കാനുള്ള സീം എലമെൻസ് കൂടി വിടണം കേട്ടോ. ഇനി ബാക്ക് നെക്കിലെ നെക്ക് ഉണ്ടല്ലോ, ആ ബാക്കിലെ നെക്ക് 2ൻ്റെ കൂട്ടി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുക. അതിനുശേഷം ബാക്കും നെക്കും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഫ്രണ്ട് നെക്ക് നമ്മൾ 3.5 ഇഞ്ച് ലെങ്ത്ത് വെച്ചാണ് ആ റൗണ്ട് ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ 6 ഇഞ്ചോട് കൂടിയിട്ട് 6 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്ന് സ്ട്രെയിറ്റ് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി നമ്മൾ ഡൈ ആണ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ നമ്മുടെ റൈറ്റ് സൈഡിലാണ് നമ്മളുടെ ഡൈയിങ് വരുന്നത്. ആ ഒരു ഡിസൈൻ വരുന്നത് ബാക്കിൽ ലെഫ്റ്റ് സൈഡിൽ വരും. അതായത് ഒരേ ദിശയിൽ തന്നെ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മളുടെ ആ ഒരു മാർക്കിങ് നമ്മൾ കൊടുക്കണം, ഏത് ദിശയിലാണ് അല്ലെങ്കിൽ ഏത് പോർഷനിലാണ് വരണതെന്നുള്ളത്. അതുപോലെ തന്നെ എവിടത്തോളം വരെ നമ്മൾക്ക് ഡൈയിങ് വരണം എന്നുള്ളത് താഴെയും സൈഡിലും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ട് നമ്മൾ കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് ഈ ഒരു പോർഷൻ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് ടൈ ചെയ്ത് കൊടുത്തു. ആദ്യം കുറച്ച് മെറ്റീരിയൽ വിട്ടിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്ത് ടൈ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ അടിഭാഗത്തും ഒരു 2 ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ വീണ്ടും ഒരു ടൈ ഇട്ട് കൊടുത്തു. ഇങ്ങനെ ഞാനൊരു ടോട്ടൽ 10 ടൈയോളം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിലെ പോർഷനിലും കൂടി നമ്മൾ ഇതുപോലെ നമ്മൾ ടൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബാക്കും ഫ്രണ്ടും ഇതുപോലെ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈയിങ് ആണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് നമ്മുടെ വീഡിയോസിലൊക്കെ ഡൈയിങ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് എടുത്തത്. അതുപോലെ നെക്കും പോക്കറ്റും ചെയ്യാനുള്ള ഒരു പ്ലെയിൻ മെറ്റീരിയലും കൂടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡൈയിങ് ചെയ്യണത് ഞാനിതിൽ ഷൂട്ട് ചെയ്തിരുന്നു, പക്ഷെ അത് റെക്കോർഡായി വന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം, ചൂടുവെള്ളത്തിൽ നമ്മൾ ആ ഒരു കളർ കലക്കിയിട്ട് നമ്മൾ 20 മിനിറ്റോളം, അതായത് ഉപ്പും കൂടി ഇട്ട് വെക്കണം കേട്ടോ. 20 മിനിറ്റോളം നമ്മൾ മുക്കി വെച്ചു. അതിന് ശേഷം നമ്മുടെ ഡൈ ഫിക്സർ യൂസ് ചെയ്തിട്ട് ഒരു
15 മിനിറ്റ് നമ്മൾ വീണ്ടും അതിൽ തന്നെ മുക്കി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തത്. അപ്പോൾ അത് റെക്കോർഡ് ആവാത്ത കാരണമാണ് ഞാനിതിൽ ആഡ് ചെയ്യാത്തത്. അപ്പോൾ ഇതിന് മുമ്പത്തെ എൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഷിബോറി ഡൈയിങ് ഞാൻ ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്, അത് മനസ്സിലാവും കേട്ടോ. അതിനുശേഷം നല്ല രീതിയിൽ അയൺ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പ്ലെയിൻ തുണി നമ്മൾ കുറച്ച് ഡൈ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അതിലൊരു പീസ് എടുത്തിട്ട് ഫ്രണ്ട് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ആ ഒരു പീസ് ഒരു സ്ക്വയർ പീസ് നമ്മൾ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി. അല്ലാതെ നമ്മൾ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് അടിച്ചെടുക്കുന്ന രീതിയിൽ ചെയ്യേണ്ട, കാരണം നെക്കിൽ നല്ല വൈഡ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്താൽ മതി. വേറൊരു പീസ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്ലെയിൻ മെറ്റീരിയലും കൂടി ഈ സെയിം കളർ നമ്മൾ ഡൈ ചെയ്തെടുത്തത്. അപ്പോൾ നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ആ സെൻറ്റർ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയാണ് ചെയ്യണത്. അപ്പോൾ സെൻറ്ററിൽ നമുക്കൊരു ജസ്റ്റ് ഒരു കട്ടിങ് വരുന്ന കാരണം ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ശേഷം നമ്മളിതൊന്ന് തിരിച്ചെടുക്കുമ്പോൾ ആ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ നെക്ക് വന്നോളും. അതിനുശേഷം നമ്മളൊരു 2 അടിപ്പ് നമ്മൾ ഈ ഒരു നെക്കുമ്മ അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ഈ സെയിം നൂലുകൊണ്ട് തന്നെ സാധാരണ നൂലൊക്കെ തന്നെ ചെയ്താൽ മതിയാവും കേട്ടോ. ഇത് എംബ്രോയിഡറി നൂല് വെച്ച് ചെയ്യുന്ന ഒരു ഡിസൈൻ ഉണ്ട്, അങ്ങനെ വേണ്ട, നമുക്ക് സാധാരണ അങ്ങനെ വെച്ച് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ ഈ നൂലുകൊണ്ട് തന്നെ 2 സ്റ്റിച്ച് ഞാൻ ഈ നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് വരുന്ന രീതിയിൽ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്ക് നെക്കാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതുപോലെ ഡൈ ചെയ്യണ ഏതൊരു പീസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഇതുപോലെ പ്ലെയിൻ പീസും കൂടിയും ആ സെയിം കളർ നമ്മൾ മുക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നെക്ക് ഫിനിഷ് ചെയ്യാൻ നമുക്ക് പറ്റില്ല കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ നെക്ക് ചെയ്യണ പോലെ തന്നെ നമ്മൾ ഒന്ന് ഈ ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് അടിച്ചു. അതിനുശേഷം ആ ഒരു പോർഷൻ അടിച്ച ഭാഗം പതിച്ചടിച്ചിട്ട് ബാലൻസ് ഉള്ള ആ ഒരു പീസ് നമ്മൾ പതിച്ചടിക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ബാക്ക് നെക്കും കൂടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും വെച്ചിട്ട് നമ്മുടെ ഷോൾഡർ ജോയിനിങ് ആണ് ചെയ്യണത്. സാധാരണ ഒരു സ്ട്രേറ്റ് സ്റ്റിച്ച് കൊടുത്താൽ മതി, ക്ലോസ് ചെയ്ത് അടിക്കുകയൊന്നല്ല ചെയ്യണത്. സാധാരണ നമ്മൾ 2 അടിപ്പ് നമ്മൾ ഈ ഷോൾഡറോട് കൂടിയിട്ട് നമ്മളൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ബാലൻസ് ഉള്ള മെറ്റീരിയൽ കൊണ്ട് നമ്മൾ ആ സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ആം ഹോളിൻ്റെ ഭാഗമല്ല, സ്ലീവോട് കൂടിയിട്ടാണ് ആം ഹോൾ വരുന്നത്. ആ ഭാഗത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് ക്രോസ് പീസ് തന്നെ യൂസ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ സാധാരണ സ്ലീവ്ലെസ് ടോപ്പൊക്കെ ഇങ്ങനെ മടക്കി അടിക്കുമല്ലോ, അതുപോലെ തന്നെ നമ്മളൊന്ന് ചെയ്തു കൊടുക്കുക. ഞാൻ ഈ ഒരു ഡ്രസ്സിൽ ഒരു പോക്കറ്റും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിലും ഫ്രണ്ടിലും നമ്മുടെ പോക്കറ്റ് വരേണ്ടത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡൈ ചെയ്ത് വെച്ചാണ് ഒരു സ്ക്വയർ പീസ് നമ്മൾ എടുത്തിട്ട് ആ മാർക്ക് ചെയ്ത പോർഷനിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ നല്ല വശത്തിനോട് വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ബാക്കും ഫ്രണ്ടും നമ്മൾ 2 സൈഡിലും ഇതുപോലെ ഈ ഒരു സ്ക്വയർ പീസ് നമ്മളൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ മാർക്കിംഗ് അനുസരിച്ച് നമ്മുടെ സൈഡ് പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ ഒരു കീശയുടെ ഭാഗം വരുമല്ലോ, ആ പോക്കറ്റ് കൊടുത്താൽ ആ ഒരു പോർഷൻ വരുമ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു സ്ക്വയർ പോർഷനായിട്ട് നമ്മൾ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഈ ഒരു സ്ക്വയർ ആയിട്ട് തന്നെ നമ്മൾ കീശ വെട്ടണം എന്നൊന്നുമില്ല, ഓവൽ ഷേപ്പിലോ റൗണ്ട് ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും വെട്ടിയെടുക്കാം കേട്ടോ. പോക്കറ്റ് വെക്കണത് ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവർക്ക് മാത്രം നമ്മൾ പോക്കറ്റ് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഫോണൊക്കെ വെക്കണം, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു എന്തെങ്കിലും നമുക്കൊന്ന് സൂക്ഷിച്ച് വെക്കണം എന്നുള്ളവർക്ക് വേണ്ടി മാത്രം പോക്കറ്റ് വെച്ചാൽ മതി. ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ ആ ഒരു സൈഡ് ഫിനിഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി അടിഭാഗം കൂടി മടക്കി അടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ടോപ്പ് റെഡിയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൈയിങ് ചെയ്യണ ഒരു പ്രോസസ്സ് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഇതിനു മുമ്പ് ഞാൻ ഷിബോറി ഡൈയിങ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യത്തിൽ തന്നെ മനസ്സിലാവും കേട്ടോ നമ്മുടെ ഫാബ്രിക് ഡയറും ഈ ഡൈ ചെയ്യണ മെത്തേഡൊക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്.